മഴ കനക്കും എന്നുള്ള സൂചനകളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. ഈ കൊടും ചൂടിനിടയിൽ തെല്ലൊരു ആശ്വാസമായി തന്നെയാണ് മഴ പെയ്യുന്നത്. കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നുള്ള പ്രവചനങ്ങൾ നേരത്തെ വന്നിരുന്നു. മെയ് 25-നും അതുപോലെ തന്നെ ജൂൺ 1-നും ഇടയിൽ കേരളത്തിൽ കാലവർഷം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ആശ്വാസ വാർത്ത കാതോർത്തിരിക്കുകയാണ്. ഇപ്പോൾ IMD ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീമതി നീത കെ ഗോപാൽ നമ്മോടൊപ്പം ചേരുകയാണ്. മാഡം, നിലവിൽ നാളെ മുതൽ ഈ കൊടും ചൂടിന് ആശ്വാസമായി 4 ജില്ലകളിലെങ്കിലും മഴ സാധ്യതാ പ്രവചനം കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്കിനി മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇനിയുള്ള ദിവസങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും? നാളെ മുതൽ നാളെ വൈകുന്നേരം മുതൽ മഴ പെയ്തു തുടങ്ങും. അപ്പൊ അതോടുകൂടി നാളെ ഒരു ദിവസത്തേക്ക് കൂടി നമ്മൾ ഹീറ്റ് അലേർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ അതിനുശേഷം ഈ പകൽ താപനില കൂടി നിന്നതിന് ശേഷം വൈകുന്നേരം മഴ തുടങ്ങുള്ളൂ. നാളെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം ദിവസത്തേക്ക് മഴ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെങ്കിലും ശക്തിയായ മഴയും പ്രതീക്ഷിക്കുന്നുണ്ട്. മെയ് മാസത്തിലെ ഒരു പ്രിലിമിനറി അസസ്മെന്റ് കാണിക്കുന്നത് നമുക്ക് നല്ല മഴ മെയ് മാസത്തിലും കിട്ടുമെന്നാണ്. അപ്പൊ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മഴയുടെ ഒരു കുറവ് ഒരു പരിധിവരെയും മെയ് മാസത്തെ മഴ കോമ്പൻസേറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ ഏറ്റവും അധികം ചുട്ടുപൊള്ളിച്ചതിലൊരു ഘടകമായി നേരത്തെ നമ്മൾ ഇതുപോലെ തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമെന്ന് പറയുന്നത് പ്രതിചക്രവാത ചുഴിയാണ്. ഇപ്പോൾ അത് മഹാരാഷ്ട്രയ്ക്ക് മുകളിലേക്ക് നീങ്ങിയത് നമുക്ക് നല്ല ആശ്വാസം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? കേരളത്തെ ഇത് ബാധിക്കില്ല എന്ന് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുമോ? അതിന്റെ ഒരു സ്വാധീനം ഇപ്പം വളരെ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ അത് കർണാടകയ്ക്ക് മുകളിൽ ഇരുന്നപ്പോഴാണ് നമ്മളുടെ താപനില രൂക്ഷമായിട്ട് ഒരു ചൂടിന്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് മഹാരാഷ്ട്രയ്ക്ക് മുകളിലേക്ക് മാറിയതോടുകൂടി നാളെയോടുകൂടി അത് കുറച്ചുകൂടി ദുർബലമാവുകയും ചെയ്യും. അതുകൊണ്ട് അതിനുശേഷം നമുക്കൊരു മഴ പെയ്യാനുള്ളൊരു സാഹചര്യം അതുകൊണ്ടാണ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നുള്ള പ്രവചനങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ടോ? അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഈ പറയുന്നത് പോലെ മെയ് അവസാനത്തോടു കൂടി ജൂൺ ആരംഭിക്കുന്നതിന് മുന്നേ ആയി കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതെ, IMDയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോർകാസ്റ്റ് മെയ് 15-ാം തീയതിയാണ് സാധാരണയായിട്ട് പുറത്തുവിടാറ്. ഇതൊരു IMD അങ്ങനെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് വെബ്സൈറ്റിൽ പുറത്തുവിട്ടിരിക്കുന്നത് യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച്. അതെ, അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ്. അങ്ങനെ കുറെ അധികം മോഡലുകളുണ്ട്. പല മോഡലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത്. അപ്പൊ IMDയുടെ ഒരു ഫോർകാസ്റ്റ് മൺസൂൺ എന്ന് കേരളത്തിൽ വരും എന്നുള്ളതിനെ പറ്റിയുള്ള ഒഫീഷ്യൽ ഫോർകാസ്റ്റ് സാധാരണഗതിയിൽ മെയ് പകുതിയോടെയാണ് പറയാറുള്ളത്. അപ്പൊ അതിതുവരെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പല മോഡലുകളും പല രീതിയിലാണ് കാണിക്കുന്നത്. യൂറോപ്യൻ സെന്റർ പറഞ്ഞതുപോലെ കുറച്ച് നേരത്തെ മൺസൂൺ വരുന്നത് പോലെയൊക്കെ ഉള്ള സൂചനയാണ് കാണിക്കുന്നത്. അതാണ് ഇപ്പൊ പബ്ലിക് ഡൊമൈനിൽ ഡിസ്കഷൻ ആയിരിക്കുന്നത്. അത് IMDയുടെ ഒഫീഷ്യൽ വേർഷൻ വരുന്നത് വരെ അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്കൊരു കമന്റ് പറയാൻ പറ്റില്ല. ശരി, ഇത്തരത്തിൽ കനത്ത ചൂടിന് ശേഷം പെയ്യുന്ന മഴ, അത് ഇതിനു മുൻപ് നമ്മളേവരും കണ്ടിട്ടുണ്ട്. വലിയ തോതിൽ മഴ പെയ്തിറങ്ങുമ്പോൾ കനത്ത നാശനഷ്ടങ്ങളൊക്കെ തന്നെ. കഴിഞ്ഞ ദിവസവും ഉണ്ടായ ഒരു വേനൽ മഴ, അത് കുറച്ച് മണിക്കൂറേ പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ മരണത്തിനടക്കം ഇടയാക്കിയ ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഈ മഴ പെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ കൂടി വരാനുള്ളൊരു സാധ്യതയുണ്ടോ? ജനങ്ങൾ എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? ഈ വേനൽ മഴ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ അന്തരീക്ഷത്തിൽ ചൂട് കൂടിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മേഘങ്ങൾക്ക് വളരെ ഉയരത്തിൽ ഈ മേഘങ്ങൾ വളരും. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന ഈ കാറ്റ്, താഴേക്ക് വരുന്ന തണുത്ത കാറ്റിന്റെ ശക്തി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉയരമുള്ള മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ 10-12 കിലോമീറ്റർ വരെ അന്തരീക്ഷത്തിന് മുകളിലേക്ക് ഈ മേഘങ്ങൾക്ക് വളരാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള മേഖലയിൽ നിന്ന് വരുന്ന ശക്തിയായ കാറ്റിന് വളരെ വേഗം ഉണ്ടാവും, ഭയങ്കര ശക്തി ഉണ്ടാവും. അതുപോലെ തന്നെ ഇടിമിന്നലും വളരെ ശക്തിയായ ഇടിമിന്നലുമായിരിക്കും ഇങ്ങനെയുള്ള മഴമേഘങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടിമിന്നലിനുള്ള ജാഗ്രതാ നിർദ്ദേശവും ശക്തിയായ കാറ്റിനുള്ള ജാഗ്രതാ നിർദ്ദേശവും നമ്മൾ നാളെ മുതൽ കൊടുത്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ മേഘവിസ്ഫോടനം ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു മധ്യ കേരളത്തിലൊക്കെ. അതുപോലെ ഇത്തവണ ഈ പറഞ്ഞതുപോലെ മഴമേഘങ്ങൾ ഇങ്ങനെ കൂമ്പാരമായി നിൽക്കുമ്പോൾ അതിനുള്ളൊരു സാധ്യത കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ടോ? അത് ക്ലൗഡ് ബേർസ്റ്റ് ഇന്റൻസിറ്റിയിൽ മഴ പെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു റിയൽ ടൈം മോണിറ്ററിംഗിൽ വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ചില സന്ദർഭങ്ങളിലെങ്കിലും കേരളത്തിൽ നമുക്ക് പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം മൺസൂണിന് ശേഷം, കാലവർഷം കഴിഞ്ഞതിന് ശേഷം
അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഈ മേഘവിസ്ഫോടനത്തിന് തുല്യമായ ഇക്വലന്റ് ആയിട്ടുള്ള 10 സെന്റിമീറ്റർ കൂടുതൽ മഴ ഒരു മണിക്കൂർ പെയ്ത് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മൺസൂണിന് തൊട്ട് മുൻപുള്ള മെയ് മാസത്തിലെ മഴയിലൊക്കെയാണ് അതുപോലെ അതിശക്തമായ മഴ ഉണ്ടാവാറുള്ളത്. അത് നമുക്കൊരു നമ്മൾ ഈ ദിവസേനയുള്ള ഫോർകാസ്റ്റിലുള്ള അങ്ങനെ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ നിലവിലത്തെ അസസ്മെന്റ് വെച്ചിട്ട് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലേർട്ട് മാത്രമേ ഈ ആഴ്ചയിൽ കൊടുത്തിട്ടുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീമതി നിത കെ ഗോപാൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.